എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് അക്കൈനോടെ ആ ഒരു പവർ അതിലാണെങ്കിൽ പൈററ്റ്സ് ആണെങ്കിൽ വെന്തുരുകാണ്. അതേസമയം സബോർഡിനേറ്റ് ആർക്കി പലതും കാണിക്കും. അവിടെ ജനങ്ങൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. കാരണം 3 ടിവിയിലും ഇപ്പോ യാതൊരു തരത്തിലുള്ള വിഷ്വൽസും അവർക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. എന്തോ അവിടെ നടന്നിട്ടുണ്ടെന്ന് അവർക്ക് പിടികിട്ടും. അവിടെ തന്നെയാണ് ആ യൂസ്റ്റസ് അവനും മറഞ്ഞു നിൽക്കുന്നത്. ഒരുപാട് പൈററ്റ്സ് ഒക്കെ ആണെങ്കിൽ ആ ജനങ്ങൾക്കിടയിൽ ആരും അറിയാതെ അങ്ങനെ ഒളിച്ചു നിൽക്കാണ്. ജനങ്ങളാണെങ്കിൽ പരസ്പരം ചോദിക്കും, സത്യത്തില് ആ വൈറ്റ് ബിയേർഡ് അവനൊരു ചീറ്ററാണോ? അവൻ സ്വന്തം ടീംമേറ്റ്സിനെ തന്നെ ിന് വേണ്ടി വിറ്റിട്ടുണ്ടാവോ? ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവോ? എന്തുകൊണ്ടായിരിക്കാം അവർ വിഷ്വൽസ് അതിപ്പോ പുറത്തു വിടാത്തത്? പക്ഷെ ട്രഫാൽഗറിന് നന്നായിട്ട് അറിയാം, വൈറ്റ് ബിയേർഡ് ഒരിക്കലും അവന്റെ ടീംമേറ്റ്സിനെ വിൽക്കില്ല, വിട്ടുകൊടുക്കില്ല. ഇതാ ഇവിടെ അക്കൈനോടെ പവർ അതങ്ങനെ ഉരുകി ആ കടലിലേക്ക് വന്ന് പതിക്കുകയാണ്. അക്കൈനോ ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അവന്റെ ആ ഒരു ലാവ പവറിൽ ഇത്രയും നേരവും പൈററ്റ്സും അവിടെയുള്ള ആൾക്കാർ നിന്ന സ്ഥലങ്ങൾ മുഴുവൻ അങ്ങനെ ഉരുകി ഒലിച്ച് അവര് വെള്ളത്തിലേക്ക് പോവാണ്. നേവിക്കാർക്കാണെങ്കിൽ അവരുടെ ജോലി അതിപ്പോ പകുതി എളുപ്പമായി കഴിഞ്ഞു. വളരെ എളുപ്പത്തില് ഇനി പൈററ്റ്സുകളെ സിമ്പിൾ ആയിട്ട് കീഴ്പ്പെടുത്താൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് അവർക്കിപ്പോ കിട്ടും. ലാവയുടെ ടെമ്പറേച്ചർ അത് താങ്ങാനാവാതെ ആ വെള്ളമാണെങ്കിൽ ഇപ്പൊ തിളച്ച് മറിയാനായിട്ട് ആരംഭിക്കും. അവിടെ ഉണ്ടായിരുന്നവരൊക്കെ അവരെ കൊണ്ട് പറ്റും പോലെ വലിയ വലിയ ഐസ് കട്ടകളിലും മരപ്പലകകളിലും ചെറിയ ചെറിയ ബോട്ടുകളിലും അങ്ങനെ എല്ലാത്തിലുമായിട്ട് കയറി നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് അക്കൈനോ അവന്റെ പവർ വെച്ച് അറ്റാക്ക് ചെയ്യും. മറ്റൊരു ഭാഗത്ത് ആ മിലിറ്ററി ഫോഴ്സ് അവര് ഗണ്ണും പീരങ്കിയൊക്കെ വെച്ച് പുറഞ്ച് അറ്റാക്ക് ചെയ്യാണ്. അവിടുന്ന് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോ ആ കൂമ ടീം അവറ്റകളാണെങ്കിൽ ഇപ്പൊ ബീം വെച്ച് അറ്റാക്ക് ചെയ്യും. ലൂഫി ആണെങ്കിൽ അക്കൈനോയുടെ ആ ലാവ പവറിലൊക്കെ പെട്ട് എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. ലൂഫിക്കാണെങ്കിൽ അതിന്റെ ചൂട് അത് സഹിക്കാൻ കഴിയാതെ അവൻ നിലവിളിക്കാൻ തുടങ്ങും. ഉടനെ വൈറ്റ് ബിയേർഡ് ആള് വീണ്ടും കൈ ചുരുട്ടി എയറിൽ ആഞ്ഞടിക്കും. അതിന്റെ പവറിൽ ചുറ്റും ഉണ്ടായിരുന്ന ആ വലിയ ചുമരിനപ്പുറത്തുണ്ടായിരുന്ന നേവി സോൾജിയേഴ്സ് അവരിപ്പോ കുറേശ്ശെ താഴേക്ക് വീഴാൻ തുടങ്ങും. സെൻഗോക്കുവിന് പോലും നിൽക്കാൻ കഴിയാതെ അവന് പാടി ഒലഞ്ഞ് വീഴാൻ തുടങ്ങും. വൈറ്റ് ബിയേർഡിന്റെ ആ പവർ അത് ആ ചുമരിൽ ആഞ്ഞടിക്കും. പക്ഷെ അപ്പോഴും ആ ചുമരിന് കാര്യമായിട്ടൊന്നും സംഭവിക്കില്ല. പവർ വന്ന് ഇടിച്ച ഭാഗത്ത് ഒരു ചളുക്ക് മാത്രമായിരിക്കും വീഴുക. ഇവിടെ അക്കൈനോ അവൻ അവസരം മിസ്സാക്കാതെ ഗ്യാപ്പില് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അക്കൈനോ വൈറ്റ് ബിയേർഡിന്റെ കപ്പല് അത് തന്നെ ലക്ഷ്യമാക്കി അവന്റെ പവർ റിലീസ് ചെയ്യും. കപ്പലാണെങ്കിൽ ഇപ്പൊ തീയിൽ കത്തി എരിയാൻ തുടങ്ങും. കുറച്ച് പൈററ്റ്സ് ചേർന്ന് ആ തീ അണയ്ക്കാൻ ശ്രമിക്കും. കാരണം എയ്സിനെ രക്ഷിച്ച് അവർക്ക് തിരികെ പോവേണ്ടത് ഈ കപ്പലിലാണ്. പക്ഷെ അവർ എത്രയൊക്കെ ശ്രമിച്ചിട്ടും കപ്പലിലെ തീ അത് അണയ്ക്കാനായിട്ട് കഴിയില്ല. കാരണം ഓൾമോസ്റ്റ് തീ മുഴുവനായിട്ടും കപ്പലിന് വിഴുങ്ങിക്കളഞ്ഞു. അക്കൈനൊക്കെ ആണെങ്കിൽ അതുകൊണ്ട് ഭയങ്കര സന്തോഷം. ഇനി ഒരിക്കലും നിങ്ങൾ ഈ കപ്പലിൽ വേട്ടയാടില്ല. ഈ കപ്പൽ എരിഞ്ഞമർന്നതുപോലെ നിങ്ങളെയും ഞങ്ങൾ ചുട്ടരിക്കും. ഉടനെ പൈററ്റ്സും വൈറ്റ് ബിയേർഡും ആ കപ്പലിലേക്ക് നോക്കും. വൈറ്റ് ബിയേർഡിനാണെങ്കിൽ ആളുടെ ഒരുപാട് ഓർമ്മകൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു കപ്പലാണത്. അതിന്റെ കൊടി പോലും കത്തിപ്പോകുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് സഹിക്കില്ല. പൈററ്റ്സുകൾക്കാണെങ്കിൽ ഇപ്പൊ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഓപ്പോസിറ്റ് സൈഡിലുള്ള നേവി സോൾജിയേഴ്സിന് അവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവില്ല. സെൻഗോക്കു സ്നെയിലിലൂടെ എല്ലാവരെയും അറിയിക്കും. ഇനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് ആ എയ്സിനെ അവനെ കൊല്ലണം. വൈറ്റ് ബിയേർഡും പൈററ്റ്സും ലൂഫിയും അവരെല്ലാവരും അത് കേട്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. ഇവിടെ പൈററ്റ്സ് ആണെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത ആ ഒരു വഴി അതിപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. അതുവഴി അകത്തേക്ക് പോവാന്ന് പറഞ്ഞ് അവരവിടേക്ക് ലക്ഷ്യം വെക്കും. നേവിക്കാർക്കറിയാം നമ്മുടെ ആൾക്കാർക്ക് വരാൻ പറ്റിയ ഒരേ ആക്സസ് ആ ഒരു വഴി മാത്രമാണെന്ന്. സോ അവരിപ്പോ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാനായിട്ട് അതിനു മുൻപിൽ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ ലൂഫി ആണെങ്കിലും മറിച്ചൊന്നും ചിന്തിക്കാതെ ആ ഒരു വഴി ലക്ഷ്യമാക്കി ഉഷാറായിട്ട് അങ്ങനെ എടുത്തു ചാടി ഓടും. അവന്റെ തൊട്ടു പിന്നാലെ ആ പൈററ്റ്സും നേവി ആൾക്കാരാണെങ്കിൽ അവരെ ചാറ ഷൂട്ട് ചെയ്യാണ്. ഇവാനും ജിംബയും അവർ രണ്ടുപേരും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ബുള്ളറ്റ്സുകളെല്ലാം തന്നെ ഒരുപാട് പൈററ്റ്സുകളുടെ ബോഡിയിൽ അങ്ങനെ തറച്ചു കയറും. എയ്സിനാണെങ്കിൽ ആ ഒരു രംഗം അത് നോക്കി നിൽക്കാനാവില്ല. ലൂഫി ആണെങ്കിൽ ഉച്ചത്തില് എയ്സ് എന്ന് നിലവിളിക്കും. അടുത്ത നിമിഷം വലിയൊരു പീരങ്കി ബുള്ളറ്റ് അത് തെറിച്ചു വന്ന് ലൂഫിയുടെ ബോഡിയിൽ അടിച്ച് അവൻ കടലിലേക്ക്. ലൂഫി ആണെങ്കിൽ വെള്ളത്തിലേക്ക് താഴ്ന്നാണ്ട് എയ്സ് അവനാണെങ്കിൽ ലൂഫിയുടെ പേര് ഉച്ചത്തിൽ വിളിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത് ആ സ്ഥലം കാണിക്കും. ഒരുപാട് പൈററ്റ്സ് അവരാണെങ്കിൽ ഒത്തിരി അറ്റാക്കുകളിലൊക്കെ പെട്ട് ഇപ്പൊ വെള്ളത്തിന്റെ ഓരോ ഭാഗത്തേക്ക് അങ്ങനെ തെറിച്ച് വീഴുകയാണ്. സെൻഗോക്കു ആണെങ്കിൽ അവൻ എയ്സിന്റെ മുഖത്തേക്ക് നോക്കും. എയ്സിനാണെങ്കിൽ വലിയൊരു കുറ്റബോധം കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന്. ഉടനെ സെൻഗോക്കു അവനെ നോക്കി ചിരിച്ച് ഇപ്പൊ അവന്റെ എക്സിക്യൂഷന് വേണ്ടി ബാക്കിയുള്ള നേവി സോൾജിയേഴ്സിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ തുടങ്ങും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ ഓറ് അവനിപ്പോ
തല ഉയർത്തും. എയ്സ്, ഞാൻ തീർച്ചയായിട്ടും നിന്നെ രക്ഷപ്പെടുത്തൂന്ന് പറഞ്ഞ് അവനിപ്പോ പതിയെ എഴുന്നേക്കാൻ തുടങ്ങും. അപ്പൊ ആരോ ഒരാള് ഇപ്പൊ ലൂഫിയെയും പിടിച്ചു വലിച്ച് വെള്ളത്തിന്റെ മുകളിലേക്ക് കൊണ്ടുവരികയാണ്. ആക്ച്വലി നമ്മുടെ ഓറ് ആ ഒരു അറ്റാക്കില് ബോധം പോയി താഴെ വീണതാണ്. അവന്റെ ജീവൻ അത് നഷ്ടമായിട്ടില്ല. ഓറിന്റെ തിരിച്ചുവരവ് അത് പ്രതീക്ഷ നഷ്ടപ്പെട്ട പൈററ്റ്സുകൾക്ക് വലിയൊരു ആശ്വാസമാവും. വീണ്ടും ഫൈറ്റ് ചെയ്യാനും പോരാടാനും ഉള്ള വലിയൊരു പ്രചോദനം അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. സ്ക്വാഡ് ആണെങ്കിൽ ആ കാഴ്ച കണ്ടങ്ങനെ അത്ഭുതത്തോടു കൂടെ നോക്കി നിൽക്കുകയാണ്. ഉടനെ സ്ക്വാഡിന്റെ ഇത്തരത്തിലുള്ള പൈററ്റ്സ് ഇപ്പൊ ആളുടെ അടുത്തേക്ക് വരും. ബോസ്, നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ മതി, യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ്. സ്ക്വാഡ് ആണെങ്കിൽ അവരുടെ മുൻപിലും തലകുനിക്കും. അതിനുശേഷം ആ വാളെടുത്ത് മുൻപോട്ടേക്ക് ഫൈറ്റ് ചെയ്യാനായി കുതിക്കും. തട്ടിയത സെൻഗോക്കുവിന് അത് വലിയൊരു അടിയാണ്. അവനാണെങ്കിൽ ഇപ്പൊ നേവിക്കാരോട് റൗണ്ട് ചെയ്ത് വീണ്ടും അറ്റാക്ക് ചെയ്യാനായിട്ട് പറയും. അത് കേൾക്കേണ്ട താമസം ഒരുപാട് നേവി സോൾജിയർ അവർ റൗണ്ട് ചെയ്ത് അവന് നേർക്ക് ഇപ്പൊ വെടി ഉതിർത്തുകൊണ്ടേയിരിക്കും. ഇവിടെ ലൂഫിയെ രക്ഷിച്ചത് എപ്പോഴത്തേതും പോലെ സാക്ഷാൽ ജിംബൈ. അതേസമയം എയ്സിനും ബാക്കിയുള്ള പൈററ്റ്സിനും എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. കാരണം നേവി സോൾജേഴ്സ് ഓറിനെ റൗണ്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യാണ്. ഓറിനാണെങ്കിൽ ഇപ്പൊ അവിടുന്ന് മാറാനും കഴിയില്ല. അവരെ തിരിച്ച് അറ്റാക്ക് ചെയ്യാനും പറ്റുന്നില്ല. ജിംബൈ ആണെങ്കിൽ ഇപ്പൊ ലൂഫിയോട് പറയും, ലൂഫി വേഗം എഴുന്നേറ്റ് എന്തെങ്കിലും ചെയ്, അല്ലെങ്കിൽ അവർ എയ്സിനെ അവനെ കൊല്ലും. അതവൻ പറയേണ്ട താമസം ലൂഫി ചാടി എഴുന്നേക്കും. അതിനുശേഷം ചുറ്റും നോക്കി ജിംബൈയോട് എന്തോ ഒരു ഹെൽപ്പ് ചോദിക്കും. ഇവിടെ കിസറു ആണെങ്കിൽ ആ നേവി സോൾജിയേഴ്സ് അറ്റാക്ക് ചെയ്യുന്നത് അത് നോക്കി നിൽക്കുകയാണ്. അറ്റാക്ക് കൊണ്ട് ഓർ താഴേക്ക് വീഴും. പക്ഷെ അവൻ വീണ്ടും ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കും. കിസറു പറയും, ഇങ്ങനെ മുൻപോട്ട് പോയാ യാതൊരു പ്രയോജനവും ഇല്ല. സോ നിങ്ങൾ എല്ലാവരും മാറി നിൽക്ക്, ഇതിനുള്ള സൊല്യൂഷൻ അത് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവന്റെ ലൈറ്റ് പവർ അത് കറക്റ്റ് ആയിട്ട് ഓറിന് നേരെ പോയിന്റ് ചെയ്യാണ്. ബാക്കിയുള്ള പൈററ്റ്സ് എല്ലാവരും ഇപ്പൊ ഓറിനോട് അവിടുന്ന് മാറാനും രക്ഷപ്പെടാനും പറയും. പക്ഷെ ഓറിനാണെങ്കിൽ ഒട്ടും എനർജി ഇല്ല. എവിടേക്കും അവനെ കൊണ്ട് പോകാനും കഴിയുന്നില്ല. അടുത്ത നിമിഷം സാക്ഷാൽ ജിംബൈ അവനിപ്പോ കടലിലൂടെ ഊളിയിട്ട് വന്ന് വലിയൊരു തിര അത് കടലിൽ ക്രിയേറ്റ് ചെയ്യും. ആ ഒരു വലിയ വേവില് നമ്മുടെ ലൂഫി ഉണ്ട്. അവൻ അങ്ങനെ തെറിച്ച് വന്ന് ഇപ്പൊ നേവിക്കാരുടെ മെയിൻ ബേസിൽ കറക്റ്റ് ആയിട്ട് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അവന്റെ കയ്യില് വലിയൊരു മരക്കട്ട. എയ്സ് ആണെങ്കിൽ ലൂഫിയോട് രക്ഷപ്പെടാനും അവിടുന്ന് ഓടാനൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ലൂഫിയുടെ തൊട്ടടുത്ത് അഡ്മിറൽസ് അവരെല്ലാവരും നിൽപ്പുണ്ട്. പക്ഷെ ലൂഫിക്കാണെങ്കിൽ അതിലൊന്നും യാതൊരു ടെൻഷനും ഉണ്ടാവില്ല. എന്ത് വന്നാലും ഒരു കൈ നോക്കാന്ന് പറഞ്ഞ് അങ്ങനെ വമ്പ കലിപ്പിൽ നിൽക്കുകയാണ്. എല്ലാവരും ഡ്രാഗന്റെ മകൻ ലൂഫിയെ കണ്ട് ഒരു സെക്കൻഡ് അവനെ തന്നെ നോക്കും. ഉറപ്പാണെങ്കിൽ തലയെ കൈവച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഓൾറെഡി എയ്സ് അവന്റെ കൈവിട്ട് പോയി. ഇപ്പൊ ലൂഫിയും അവന് നഷ്ടപ്പെടാൻ പോവാണെന്ന് കാർപ്പ് മനസ്സിൽ ഉറപ്പിക്കും. ലൂഫിയുടെ കണ്ണ് അത് എയ്സിന്റെ മുഖത്ത് മാത്രമാണ്. ബാക്കിയുള്ള വൈസ് അഡ്മിറൽസിനെയോ ഒന്നും തന്നെ മൈൻഡ് പോലും ചെയ്യില്ല. ഇവിടെ എയ്സ് ഇവൻ മന്ദബുദ്ധിയല്ല, ഇവൻ ജനിക്കുന്നതിന് മുൻപേ വലിയൊരു മണ്ണുണ്ണിയാണ്. ലൂഫി ആണെങ്കിൽ ആ മരക്കട്ട എടുത്ത് അഡ്മിറൽസിന് നേരെ വലിച്ചെറിയും. ഇവിടെ വൈറ്റ് പിയേർഡ് ആള് പൈററ്റ്സിനോട് ദേഷ്യപ്പെട്ട് പറയും, എത്രയും പെട്ടെന്ന് എല്ലാവരും പ്ലാസയിലേക്ക് പോ. ഇവിടെ അവക്കിജി ആണെങ്കിൽ ലൂഫി അടിച്ചു വിട്ട ആ ഒരു മരക്കട്ട അത് സെക്കൻഡ് കൊണ്ട് ഫ്രീസ് ചെയ്യും. പക്ഷെ ലൂഫിക്കാണെങ്കിൽ കലി അടങ്ങാതെ അറഞ്ചം പുറഞ്ചം ആ മരക്കട്ട അതങ്ങനെ തല്ലി തകർക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ. ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.